അപ്പോൾ ഈ അടുത്ത് നമ്മൾ പുതിയൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ആൽബിനോ ടൈഗർ ഓസ്കാറുകൾ രണ്ടെണ്ണത്തിനെ ഈ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നതാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തിട്ട് അവർ ലൈവായിട്ട് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടാങ്ക് കുറച്ചൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മളിങ്ങനെ തുറന്ന് വെക്കാറില്ല. അതിൻ്റെ മുകളിൽ നെറ്റ് കണ്ടില്ലേ, ഒരു ഗ്രീൻ നെറ്റ്, അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പെല്ലറ്റ് ഫുഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അവർ ലൈവായിട്ട് വന്ന് കഴിക്കാറുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് തുറന്ന് വെച്ചേ പറ്റൂ. അപ്പോൾ അവരുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് അറിയില്ല. അതേ അവരവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇവരെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഫീഡ് ചെയ്ത് അതിൻ്റെ വീഡിയോ എടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തുറന്ന് വെച്ചേക്കുന്നത് കൊണ്ട് എത്രത്തോളം അവർ മുമ്പത്തെ പോലെ ആക്റ്റീവായിട്ട് വരുന്നത് എനിക്കറിയില്ല. എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ നമ്മൾ ഫീഡിങ് വീഡിയോസ് ഇനിയും ചെയ്യും. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഇവരൊന്ന് ട്രെയിൻ ചെയ്ത് എടുക്കാനുണ്ട്. ഇതുപോലെ തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ അടുത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൂടുതലും നമ്മളുമായിട്ട് നല്ല രീതിയിൽ ഇണങ്ങും. അതുപോലെ തന്നെ നമ്മൾ കൈയൊക്കെ ഇട്ട് ജസ്റ്റ് ഈ വെള്ളത്തിലൊന്ന് നനക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ നമ്മളുമായിട്ട് അഡാപ്റ്റ് ആവും. മാത്രമല്ല ഇനി നമ്മൾ നോൺ വെജും കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മണ്ണിരകൾ അല്ലെങ്കിൽ BSF ലാർവ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ഇപ്പോൾ ചെമ്മീൻ പോലുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കൂടുതൽ ആക്റ്റീവായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ നല്ല രീതിയിൽ കയ്യിൽ നിന്ന് വന്ന് എടുക്കുന്ന ആ രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. നോൺ വെജ് ഫുഡ് നമ്മൾ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ആണെങ്കിൽ നമ്മൾ വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ കൈൻ്റെ അടുത്തേക്കൊക്കെ വരും. അപ്പോൾ നമുക്ക് നോൺ വെജ് ഫുഡും കൊടുത്തൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ടാങ്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ടീഷനായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ആൽഗെ വാട്ടർ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രഷ് വാട്ടറിൻ്റെ കൂടെ. അങ്ങനെ കണ്ടീഷനാക്കി ഇട്ടിട്ടാണ് ഇവരെ നമ്മൾ ആഡ് ചെയ്തത്. ഇപ്പോൾ ഇവർ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഫുഡിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ ഇവരുടെ വേസ്റ്റൊക്കെ മിക്സായിട്ട് വെള്ളം നല്ല രീതിയിൽ കണ്ടീഷനായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാവുമ്പോൾ ആൽഗെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ആവും. നാച്ചുറലായിട്ട് വെള്ളത്തിൻ്റെ ഫിൽട്രേഷൻ നടക്കും. നൈട്രേറ്റ്സിൻ്റെ അളവൊക്കെ ക്രമാതീതമായിട്ട് കുറയും. പിന്നെ ആൽഗെ നാച്ചുറലായിട്ട് തന്നെ വെള്ളത്തിലേക്ക് എയറേഷൻ കൊടുക്കും ഫോട്ടോസിന്തസിൻ്റെ സമയത്ത്. അപ്പോൾ നല്ല രീതിയിൽ ഓക്സിജനും കാര്യങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആയിക്കോളും. അതുപോലെ തന്നെ നൈട്രജൻ സൈക്കിളിന് വേണ്ട ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് അതും നാച്ചുറലായിട്ട് തന്നെ ഇതിനകത്ത് ഫോം ചെയ്ത് വന്നോളും. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ടാങ്കിലേക്ക് നമ്മൾ ഓൾറെഡി മീനുകൾ കിടക്കുന്ന ടാങ്കിൽ നിന്ന് കുറച്ച് ആൽഗെ വാട്ടറൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ബെനിഫിഷ്യൽ ബാക്ടീരിയാസും വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു നൈട്രജൻ സൈക്കിളിൻ്റെ പ്രോസസ്സ് ബൂസ്റ്റായി പൊക്കോളും. പിന്നെ 2 ദിവസം മുമ്പ് നമ്മൾ മറ്റേ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ടോപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓവർഫ്ലോ വഴി വെള്ളം പുറത്തേക്ക് കളയുന്ന പരിപാടി. അപ്പോൾ ചെറിയ രീതിയിൽ അടിഭാഗം ക്ലീൻ ആയിക്കോളും. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടർ ചേഞ്ച് നമ്മൾ ചെയ്തിട്ടില്ല. അതായത് ഒരു 30% വാട്ടർ ചേഞ്ച് കൊടുക്കുന്ന പരിപാടി അത് നമ്മൾ ചെയ്തിട്ടില്ല. അത് നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീക്കിലി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ടാങ്ക് കുറച്ച് വലുപ്പമുള്ളതാണ്, മീനുകൾ ചെറുതുമാണ്. അപ്പോൾ വീക്കിലി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരു 30% വെള്ളം മാറ്റി കൊടുത്താൽ മതി. അവർ നല്ല രീതിയിൽ ടാങ്കിൽ സെറ്റായിട്ടുണ്ട്, അഡാപ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, സൺലൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് ആൽഗെ വാട്ടർ ആയതുകൊണ്ട് ഇവർ അടിഭാഗത്ത് പോയി നിന്നോളും. ടാങ്കിന് ഒരു 2.5 അടി ഡെപ്ത് ഉണ്ട്. അതുകൊണ്ട് മുകളിൽ ചെറിയ രീതിയിൽ ചൂട് കാര്യങ്ങൾ വന്നാലും ഇവർക്ക് താഴെ പോയി നിൽക്കാം. പിന്നെ ലൈറ്റ് വെള്ളത്തിലേക്ക് അടിക്കുമ്പോൾ ഇവർക്ക് സ്ട്രെസ് വരുന്ന ഇഷ്യൂ ഒന്നുമില്ല. ആൽഗെ വാട്ടർ നല്ല രീതിയിൽ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തോളും. അതായത് നല്ല രീതിയിൽ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിക്കോളും. അവർ ഇടയ്ക്ക് മുകളിൽ വന്ന് പെല്ലറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. കണ്ടില്ലേ, അവർ വരുന്നുണ്ട്, സ്ലോ ആയിട്ട് വന്നിട്ടാണ് കഴിക്കുന്നത്. അത് ഈ നെറ്റ് നമ്മൾ മുകളിലേക്ക് മാറ്റി വെച്ചതുകൊണ്ടാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതുപോലെ നമ്മൾ തുറന്ന് വെച്ച് തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ അവർ അതുമായിട്ട് അഡാപ്റ്റ് ആയിക്കോളും. അതുപോലെ തന്നെ ലൈവായിട്ട് ഫീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ അടുത്ത തവണ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതലും നമുക്ക് അവരെ മുകളിൽ തന്നെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. ഇപ്പോൾ ആദ്യത്തെ ഫീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ ഫീഡിംഗ് അല്ല, ആദ്യത്തെ ഫീഡിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഫീഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ റെഗുലറായിട്ട് തന്നെ ഫീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നെറ്റൊന്നും പൊക്കാതെ ജസ്റ്റ് ഒരു ഇഷ്ടിക മാറ്റി വെച്ച് ചെറിയൊരു ഗ്യാപ്പേ കൂടി ഇട്ട് കൊടുത്ത് പോവുകയാണ് ചെയ്യാറുള്ളത്. അവർ കൃത്യമായിട്ട് തന്നെ വന്ന് കഴിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായപ്പോൾ പിന്നെ നമ്മൾ നോക്കാറൊന്നുമില്ല, ജസ്റ്റ് ഇട്ട് കൊടുത്ത് പോകും. അവരത് കഴിച്ച് തീർത്തോളും. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അത്യാവശ്യം വലിയ ടാങ്കിൽ എണ്ണം കുറച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് വയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് വളർത്തിയിട്ടുള്ളത്, തുടക്കത്തിൽ നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കിലായിരുന്നു. ആ സമയത്ത് അതിനകത്ത് ജൈൻറ്റ് ഗോരാമികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് ഉണ്ടായിരുന്ന ഓസ്കാറുകളെല്ലാം നല്ല സൈസ് ഉണ്ടായിരുന്നു. നമ്മൾ വാങ്ങിയത് ജസ്റ്റ് 1.5 ഇഞ്ച് 2 ഇഞ്ച് കഷ്ടി, എനിക്ക് തോന്നുന്നു 1.5 ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളായിരുന്നു. നല്ല സൈസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 9 ഇഞ്ച് 10 ഇഞ്ച് ആ ഒരു സൈസ് വരെയൊക്കെ വലുതായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ഇതാണ്, കാരണം വലിയ ടാങ്കായിരുന്നു. അതായത് 9 അടി നീളവും ഏകദേശം 7 അടി വീതിയുള്ള ഒരു ടാങ്കാണ്. അപ്പോൾ അതിനകത്ത് 5 എണ്ണം കണ്ടാണ് അന്ന് കിടന്നിട്ടുണ്ടായിരുന്നത് ടോട്ടൽ. അപ്പോൾ അവരൊക്കെ നല്ല സൈസിലേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ അതിനകത്ത് ജൈൻറ്റ് ഗോരാമികൾ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി ഓസ്കാറുകൾ അതിനകത്ത് വളർത്താനായിട്ട് പറ്റില്ല. അതിലുണ്ടായിരുന്ന വലിയ ഓസ്കാറുകളെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത് മഴവെള്ളം വീണിട്ടാണ് ഡെഡായി പോയത്. അതിനുശേഷം പിന്നെ നമ്മൾ വാങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതായത് അത്യാവശ്യം കെയർ ചെയ്യാം പാകത്തിന് ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വാങ്ങുള്ളൂ എന്നുള്ളത്. കാരണം മഴവെള്ളം വീണ് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ആ വലിയ ഓസ്കാറുകൾ അങ്ങനെയാണ് ഡെഡായി പോയത്. മഴവെള്ളം ടാങ്കിൽ വീണ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഡെഡായി പോകില്ല. അതിലേതിനാണോ സ്ട്രെസ്സ് വരുന്നത് അതായിരിക്കും ഡെഡായി പോകുന്നത്. പിന്നെ മറ്റേത് ചിലപ്പോൾ അടുത്ത മഴയിലായിരിക്കും പണി കിട്ടുന്നത്.
അങ്ങനെ ഓരോ മഴയിലായിട്ടാണ് ഓരോന്നോരോന്നായിട്ട് ഡെഡായി പോയത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സേവ് ചെയ്യാമായിരുന്നു. അതിൽ എന്തെങ്കിലും ടാർപോളിന് ഇടുക, അല്ലെങ്കിൽ എന്നോട് പലരും പറഞ്ഞതാണ് അതിന് സെയിലാക്കിക്കോളാൻ, ഏതെങ്കിലും അക്വേറിയം ഷോപ്പിലൊക്കെ കൊണ്ട് കൊടുത്ത് സെയിലാക്കാനൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ആ സമയത്ത് കുറച്ച് ലേസി ആയിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു ടാങ്ക് കെട്ടിയിട്ട് അതിലേക്ക് മാറ്റി ടാർപോളിനൊക്കെ കവർ ചെയ്ത് അവരെ സേവ് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ആക്ഷനും കാര്യങ്ങളൊന്നും ഞാൻ ആ സമയത്ത് എടുത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഡെഡായി പോയത്. അതിനുശേഷം ഞാൻ പിന്നെ ഓസ്കാറുകളിൽ നിന്ന് വാങ്ങിയിട്ടില്ല. കാരണം ഔട്ട്ഡോർ ടാങ്ക് ആയതുകൊണ്ട് മഴവെള്ളം വീഴുന്ന അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഓസ്കാറുകൾ വാങ്ങാതിരുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള 4 ടൈഗർ ഓസ്കാറുകൾ ടെറസിൻ്റെ മുകളിൽ ട്രസ്സിനടിയിലാണ് ഇരിക്കുന്നത്. അവിടെ മഴവെള്ളം വീഴില്ല. ഇവിടെ പക്ഷേ മഴവെള്ളം വീഴുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പോൾ നമ്മൾ ടാർപോളിൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കൊണ്ട് വിരിക്കാനായിട്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ റെഡിയാണ്. പിന്നെ ഇത് ഔട്ട്ഡോർ ടാങ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നാച്ചുറലായിട്ട് ഈ ടാങ്കിൽ നടക്കുന്നുണ്ട്. അപ്പോൾ മഴവെള്ളത്തിനെ മാത്രമാണ് നമ്മൾ പേടിക്കുന്നത്. കാരണം രാത്രിയൊക്കെയാണ് പെട്ടെന്ന് മഴ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇത് ഓൾറെഡി ഇപ്പോൾ തുറന്നാണ് കിടക്കുന്നത്. മഴക്കാലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് സൈഡൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ച് ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഓൾറെഡി നമുക്ക് കവർ ചെയ്ത് വെക്കാം. ടാർപോളിൻ വെച്ച് പെർമനൻ്റ് ആയിട്ട് തന്നെ കവർ ചെയ്ത് വെക്കാം. സൈഡിൽ ഗ്യാപ്പൊക്കെ ഇട്ട് കവർ ചെയ്ത് വെക്കാം, എയർ സർക്കുലേഷനൊക്കെ കിട്ടുന്ന രീതിയിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ചില സമയങ്ങളിൽ ഇപ്പോൾ ഈ അടുത്തൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിർത്താതെയൊക്കെ രാത്രി മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓസ്കാറുകൾക്ക് സ്ട്രെസ്സ് വരാൻ സാധ്യതയുള്ള മീനുകളാണ്. അപ്പോൾ അത് മാത്രമാണ് ഒരു റിസ്ക് ഉള്ളത്. വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മുമ്പ് വളർത്തിയിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അടിപൊളി മീനുകളാണ് ഓസ്കാറുകൾ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളന്ന് പെല്ലറ്റ് മാത്രം കൊടുത്താണ് ഇവരെ വളർത്തിയത്. അല്ലാതെ നോൺ വെജ് ആയിട്ടുള്ള യാതൊരു ഫുഡ് ഇവർക്ക് കൊടുക്കാറുണ്ടായിരുന്നില്ല. പെല്ലറ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഹൈ പ്രോട്ടീൻ, ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ പ്രൈസ്ഡ് പെല്ലറ്റ് കാര്യങ്ങളൊന്നും അല്ല കൊടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണ നമ്മുടെ ഗ്രോവലിൻ്റെ വളർത്തി മീനുകൾക്ക് കൊടുക്കുന്ന ആ ഒരു പെല്ലറ്റ് തന്നെയാണ് കൊടുത്ത് നമ്മൾ വളർത്തിയത്. ആ സെയിം ടൈപ്പ് പെല്ലറ്റ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഫീഡ് ചെയ്യുന്നത്. അവർ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. പക്ഷേ ഗ്രോത്ത് കുറച്ചും കൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോൺ വെജ് കൊടുത്തു തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞത്. മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെങ്ങനെയാണ് ചിക്കൻ്റെ കാര്യം എനിക്കറിയില്ല, ഇവരെങ്ങനെയാണ് നന്നായി കഴിക്കുക എന്നുള്ളത്. കൂടുതൽ ഇവർക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് മറ്റു സംഭവങ്ങളാണ്. ഈ ബ്ലഡ് വേംസ്, എർത്ത് വേംസ്, അതുപോലെ തന്നെ ഷ്രിമ്പ്, ചെമ്മീനും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇവർക്ക് നല്ല രീതിയിൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അതേസമയം നമ്മുടെ ജൈൻറ്റ് ഗൗരാമികളൊക്കെ ചിക്കൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഇവരെങ്ങനെയാണ് ചിക്കനോട് റെസ്പോണ്ട് ചെയ്യാൻ എനിക്കറിയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നോൺ വെജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പെല്ലറ്റ് ഫുഡിൻ്റെ കൂടെ നമ്മൾ ആഡ് ഓൺ ആയിട്ട് നോൺ വെജും കൂടിയും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അത് ഏത് മീനുകൾക്കാണെങ്കിലും. അപ്പോൾ എന്തായാലും ഈ 2 ആൽബിനോ ടൈഗർ ഓസ്കാറുകൾ നല്ല രീതിയിൽ ടാങ്കിൽ സെറ്റ് ആയിട്ടുണ്ട്. ഫുഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കഴിക്കുന്നുണ്ട്. ആൽഗ വാട്ടർ ആയതുകൊണ്ട് തന്നെ 100% അവർ കംഫർട്ടബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൽഗ വാട്ടറിൽ ഈ ലൈറ്റ് അധികം പാസ് ചെയ്യാത്തതുകൊണ്ട് ഇവരുടെ കളറും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കും. കാരണം സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്ന ടാങ്കുകളിൽ ഈ മീനുകളുടെ കളർ ഫെയ്ഡ് ആവാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ മീനുകൾക്ക് സ്ട്രെസ്സ് വരികയാണ് ചെയ്യുന്നത്. സ്ട്രെസ്സ് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ കളറിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഇവരെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ ഫീഡിംഗ് വീഡിയോ ആണ്. അതേ കണ്ടില്ലേ, 2 പേരും അടിപൊളിയായിട്ട് തന്നെ ഒരുമിച്ച് നടക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ച്. ഓസ്കാർ ടാങ്കുകളിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ടർ ക്വാളിറ്റിയാണ്. ഇതിൽ നമ്മൾ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ജയൻറ്റ് ഗൗരാമികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന മീനുകളാണ് ഈ ഒരു ഓസ്കാറുകൾ. ഇവർക്ക് ഹോൾ ഇൻ ദ ഹെഡ് ഡിസീസ്, അതുപോലെ വൈറ്റ് സ്പോട്ട്, ഫംഗസ്, ഇത്തരം അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരും. മെജോറിറ്റി അസുഖങ്ങൾ ഇവർക്ക് വരുന്നത് വാട്ടർ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് വാട്ടർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ല. വീക്കിലി ഒരു 25% വെള്ളം മാറ്റി കൊടുക്കുക. അതോടൊപ്പം അടിഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇത് കറക്റ്റായിട്ട് ചെയ്ത് പോയാൽ തന്നെ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടന്നോളും. പിന്നെ നല്ല രീതിയിൽ ഫീഡ് ചെയ്യുക, എയറേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.